ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ നമ്മളുടെ ഒരു ക്രോഷ്യോ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ബേസിക് ക്രോഷ്യോ ഫ്ലവർ ആണ് കേട്ടോ. ഒരു 6 പെറ്റൽ ഫ്ലവർ ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതാണ് ഇതിൻ്റെ ബേസിക് സ്റ്റിച്ചുകളാണ് ഇതിനകത്ത് വരുന്നത്. നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യോ വെച്ചിട്ടാണ് ഈ ഫ്ലവർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ മാജിക് റിങ് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 6 പെറ്റൽസ് ആണ് ഇതിന് വരുന്നത്. ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത് കോട്ടൺ ത്രെഡുകളാണ് കൂടുതലായിട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ 3 mm ഹുക്കാണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ത്രെഡ് ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം പറയാം. അപ്പം ഈ ത്രെഡ് ഞാൻ ഇതാണ് പർപ്പിൾ ഷെയ്ഡോ പിങ്ക് ഷെയ്ഡോ ഏത് ത്രെഡാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ, കളർ ഏതാണ് പെറ്റലിന് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. സെൻറ്ററിൽ ഞാൻ യെല്ലോ ആണ് കൊടുക്കുന്നത്. അപ്പം ത്രെഡ് ഞാൻ മേടിച്ചിരിക്കുന്നത് ഇത് ആമസോണിൽ നിന്നാണ് കേട്ടോ ത്രെഡ് മേടിച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ ലിങ്ക് കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൃത്യമായിട്ട് ഞാൻ കൊടുക്കാം, നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. ത്രെഡ് ഇതുപോലെയാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഞാൻ ഇങ്ങനെ ഒരു വലിയൊരു ഇതായിട്ടാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. കണ്ടോ, ഇങ്ങനെ മേടിച്ചിട്ട് ഇങ്ങനെ വലിയൊരു ഇതായിട്ടാണ് മേടിച്ചത്. ഇത് നമുക്കിങ്ങനെ സൂക്ഷിച്ച് കട്ട് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ചെറിയ ചെറിയ ബോളുകളായിട്ട് അതിങ്ങനെ ഉരുട്ടി 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 എനിക്ക് എടുക്കാനായിട്ട് എളുപ്പത്തിന് ആക്കിയിട്ട് ഞാൻ വെച്ചിട്ട് അതിങ്ങനെ കവറിൻ്റെ അകത്താക്കി സിപ്പ് ലോക്കിൻ്റെ അകത്താക്കിയിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എടുത്ത് വെച്ചിട്ട് നമ്മുടെ ആവശ്യത്തിന് എടുത്തിട്ട് ഇതുപോലെ ആക്കുമ്പോൾ ചെറിയ ചെറിയ പ്രൊജക്റ്റുകൾക്കൊക്കെ നമുക്ക് ഇങ്ങനെ എടുക്കാനായിട്ട് എളുപ്പമായിരിക്കും, യൂസ് ചെയ്യാനായിട്ട് എടുക്കാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പം നമുക്ക് നമ്മുടെ ഫ്ലവർ ഉണ്ടാക്കിയാൻ തുടങ്ങിയാലോ. അപ്പോൾ നമുക്ക് മാജിക് സർക്കിൾ ഇട്ടിട്ട് തുടങ്ങാം കേട്ടോ. നമ്മുടെ ത്രെഡ് എടുത്ത് നമ്മൾ മാജിക് സർക്കിൾ ഇടുകയാണ്. നമ്മളിതാ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ എടുത്തു. എന്നിട്ട് അതിനെ സെക്യൂർ ചെയ്തു. എന്നിട്ട് ഈ മാജിക് സർക്കിളിൽ നമ്മൾ 6 സിംഗിൾ ക്രോഷ്യോ ചെയ്യുകയാണ്. ഒന്ന് സർക്കിൾ ഒന്ന് ചെറുതാക്കി കൊടുക്കാം നമുക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. 1 2 3 4 5 6. ഒന്ന് എണ്ണുക. 1 2 3 4 5 6 6 ആയിട്ടുണ്ട്. ഇനി ഈ സർക്കിള് നമ്മളിതുപോലെ ചെറുതാക്കുക. ചെറുതാക്കിയിട്ട് ഈ ഫസ്റ്റത്തെ ഈ വീല് നമ്മൾ ഇതിനെ നീഡിലിനെ കയറ്റി ഇതിലിങ്ങനെ ജോയിൻ ചെയ്തെടുക്കുക. ഫുള്ളായിട്ട് ഞാൻ ടൈറ്റ് ചെയ്തിട്ടില്ല, അതിന് മുൻപ് തന്നെ നമ്മളിങ്ങനെ ജോയിൻ ചെയ്ത് സർക്കിളാക്കി. കണ്ടോ, ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊന്ന് ജോയിൻ ചെയ്താൽ നമുക്കിത് ജോയിൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ നന്നായിട്ട് ഇതിനെ ടൈറ്റ് ചെയ്ത് ഒന്ന് ജോയിൻ ചെയ്യുക. ഇനി ഇതിനെ നമുക്ക് രണ്ടാമത്തെ സർക്കിൾ ചെയ്യാം. അപ്പോൾ ഇപ്പം നമ്മൾ 6 സിംഗിൾ ക്രോഷ്യോ ചെയ്തു. ഇനി രണ്ടാമത്തത് 12 ചെയ്യണം. ഇവിടെ തന്നെ നമ്മൾ ഒന്ന്. അപ്പോൾ നമുക്കിത് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ സ്റ്റിച്ച് മാർക്കർ ഇട്ടിട്ട് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിച്ച് മാർക്കർ ഇട്ട് കൊടുക്കാം. 1 2 3 4 5 6 7 8 9
9 10 11 12. ഇത് കണ്ടോ, നമ്മുടെ എവിടെയാണ് നമുക്ക് ജോയിൻ ചെയ്യേണ്ടതെന്നുള്ളത് കറക്റ്റ് നമുക്കറിയാം. സ്റ്റിച്ച് മാർക്ക് ഇട്ടതുകൊണ്ട് നമ്മൾ അവിടെ ജോയിൻ ചെയ്ത് ഒരു ചെയിൻ ചെയ്തിട്ട് ത്രെഡ് നമ്മൾ കട്ട് ചെയ്യാം. കണ്ടോ, അപ്പം നമുക്ക് റൗണ്ട് കിട്ടി. ഇതിപ്പോൾ നമ്മളുടെ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. നമ്മൾ ഈ ഫസ്റ്റ് ഈ ആദ്യം കിടക്കുന്ന ഇത് പിടിച്ചിട്ട് നമ്മൾ ഒന്നും കൂടി വലിച്ചിങ്ങനെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്യാപ്പ് അടഞ്ഞു പോകും കേട്ടോ. കണ്ടോ, അപ്പം നമുക്ക് പുറത്ത് 12 സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. ഈ ഗ്യാപ്പ് അടഞ്ഞും പോയിട്ടുണ്ട്. അപ്പം നമുക്ക് കറക്റ്റ് എണ്ണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് 12 സ്റ്റിച്ച് പുറത്തുണ്ടാവുമേ. നമുക്കൊന്ന് എണ്ണി നോക്കാവേ. 1 2 3 4 5 6 7 8 9 10 11 12 12 സ്റ്റിച്ച് പുറത്തുണ്ടാവും. ഈ 12 സ്റ്റിച്ചിലാണ് നമ്മളിനി പെറ്റല് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഫ്ലവറിൻ്റെ സെൻറ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ പെറ്റൽസ് ആണ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ ഏത് ഭാഗത്തുനിന്ന് വേണമെന്നുണ്ടെങ്കിലും തുടങ്ങാം. അപ്പം ഞാൻ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തു നിന്നായിട്ട് തുടങ്ങുകയാണ്. ഈ സൈഡിൽ നിന്നൊക്കെ തുടങ്ങുകയാണെങ്കിൽ നമ്മൾ ചിലപ്പം ഈ ഭാഗമൊക്കെ ആയിട്ട് എത്തുമ്പം പിന്നെയും ഇവിടെ കുറച്ചൊരു അൺഫിനിഷിങ് ആയിട്ടിരിക്കും. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ ആയിട്ട് തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ്. അപ്പം ഇതിന് ഒന്നെങ്കിൽ ചില ആൾക്കാർ ഇതുമേ ആദ്യം ഇതുപോലെ ഒരു സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് ചെയ്തു തുടങ്ങും. ചില ആൾക്കാർ സ്ലിപ്പ് നോട്ട് ഇടാണ്ട് ചെയ്തു തുടങ്ങും. ഞാൻ സ്ലിപ്പ് നോട്ട് ഇട്ടിട്ടാണ് ഇപ്പൊ കാണിക്കുന്നത്. നമുക്ക് ഈ ഒരു പെറ്റലിൽ നിന്ന് തന്നെ തുടങ്ങാം കേട്ടോ. അപ്പൊ നമുക്ക് ഈ വി പോലെ ഇരിക്കുന്ന 2 എണ്ണത്തിന്റെ ഉള്ളിൽ കൂടെയും നമുക്ക് ചെയ്യാം. ഏതെങ്കിലും ഒരു ഇതില് നമ്മൾ കയറ്റുക. എന്നിട്ട് ഈ സ്ലിപ്പ് നോട്ടിനെ ഇങ്ങനെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വലിച്ചെടുക്കുക ഇട്ടിട്ട്. എന്നിട്ട് ചെയിൻ 3 1 2 3. നമ്മൾ ഡബിൾ ക്രോഷിയാണ് ചെയ്യുന്നത്. ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ഞാൻ നമ്മുടെ ചാനലിൽ കൂടെ തന്നെ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ഇതൊന്ന് വലിച്ചു പിടിച്ചേക്കാം കേട്ടോ. ഈ നമ്മൾ ഈ ബാക്കിയുള്ള ഈ ത്രെഡ് ഉണ്ടല്ലോ ഒന്ന് ടൈറ്റ് ചെയ്ത് ഒന്ന് പിടിച്ചേക്കുക. ഈ ഇതിൻ്റെ ഒപ്പം തന്നെ ഈ ത്രെഡ് ഇങ്ങനെ കയ്യിലിട്ടിട്ടുണ്ടാവുക. ടെൻഷൻ ഒന്ന് കറക്റ്റ് ചെയ്തൊന്ന് പിടിച്ചിട്ടുണ്ടാവുക കേട്ടോ. എന്നിട്ട് ഡബിൾ ക്രോഷ്യോ യാൺ ഓവർ ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ പുൾ ത്രൂ ഈ ത്രെഡിൻ്റെ കൂടി അടിയിൽ കൂടെ യാൺ ഓവർ പുൾ ത്രൂ ഇതിൻ്റെ ഒപ്പം തന്നെ വലിച്ചെത്തിക്കണം കേട്ടോ. യാൺ ഓവർ പുൾ ത്രൂ യാൺ ഓവർ പുൾ ത്രൂ 2 ലൂപ്സ്. ഇതാണ് ഡബിൾ ക്രോഷ്യോ. ഒന്നും കൂടി ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ചെയ്യുക. കണ്ടോ, അപ്പോൾ രണ്ടാമത്തെ ഡബിൾ ക്രോഷ്യോ ചെയ്തു. അപ്പം ഇവിടെ 3 ചെയിൻ ഉണ്ട്. ഇവിടെ 3 ചെയിൻ ഉണ്ട്. ഇവിടെ ഒരു ഡബിൾ ക്രോഷ്യോ നമ്മൾ ചെയ്തു. കണ്ടോ, ഇവിടെ ഒരു ഡബിൾ ക്രോഷ്യോ നമ്മൾ ചെയ്തു. പിന്നെ ഇവിടെ ഒരു ഡബിൾ ക്രോഷ്യോ നമ്മൾ ചെയ്തു. പിന്നെ 3 ചെയിൻ ചെയ്യാം. 1 2 3. എന്നിട്ട് ഈ സെയിം ഗ്യാപ്പിലേക്ക് തന്നെ നമ്മൾ കൊണ്ടുവന്ന് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ജോയിൻ ചെയ്യുക. കണ്ടോ, അപ്പൊ ഈ ഒരു പെറ്റലിന്റെ ഷേപ്പ് കിട്ടും. എന്നിട്ട് ഈ ചെയിനിലേക്ക് ഒന്നും കൂടി സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതിനെ നമ്മൾ സ്കിപ്പ് ചെയ്ത് വിടുക ചെയ്യുന്നത്. അതിൽ നമ്മൾ ചെയ്യില്ല. ഇതിനെ നമ്മൾ ഇവിടെ നമ്മൾ ചെയ്യില്ല കേട്ടോ. അടുത്ത സ്റ്റിച്ചിലേക്കും നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക ചെയ്യുന്നത്.
ഇതിലാണ് നമ്മൾ ഇനി അടുത്ത പെറ്റൽ ചെയ്യുന്നത്. മുകളിലോട്ട് 1 2 3. ഇവിടെ അതേ സെയിം സ്ഥലത്ത് തന്നെ നമ്മൾ 2 ഡബിൾ ക്രോഷ്യോ ചെയ്യും. 1 2 കണ്ടോ, പിന്നെ 3 ചെയിൻ ചെയ്യും. എന്നിട്ട് ഇവിടെ നമ്മൾ ജോയിൻ ചെയ്ത് സ്ലിപ്പ് സ്റ്റിച്ച് വെച്ചിട്ട് നമ്മൾ ജോയിൻ ചെയ്യും. അടുത്തതിലും നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ആ സ്റ്റിച്ചിനെ നമ്മൾ സ്കിപ്പ് ചെയ്ത് വിടും. എന്നിട്ട് അടുത്തതിൽ ഇതുപോലെ തന്നെ നമ്മൾ ജോയിൻ ചെയ്തെടുക്കും. അവിടെ അടുത്ത ഇത് ചെയ്തെടുക്കും. അങ്ങനെ ഇവിടം വരെ 6 പെറ്റല് നമ്മൾ ചെയ്തു വരും. അപ്പൊ നമുക്ക് 6ാമത്തെ പെറ്റൽ എത്തിയിട്ട് കാണാം. ഉദാഹരണം നമ്മുടെ ലാസ്റ്റത്തെ പെറ്റലും കൂടി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മളിതാ ഇവിടെ ലാസ്റ്റത്തെ 3 ചെയിൻ ചെയ്തു. നമ്മളിതാ ഇവിടെ ജോയിൻ ചെയ്യാൻ പോവാണേ. അയ്യോ, നമ്മളിവിടെ ജോയിൻ ചെയ്തു. ഇനി അടുത്തതിൽ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു. എന്നിട്ട് ഒരു ചെയിൻ ചെയ്യുക ലാസ്റ്റ്. എന്നിട്ട് നമ്മളിതാ നമ്മുടെ ഈ ത്രെഡ് കുറച്ച് ലെങ്ത് ഇട്ടിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫ്ലവർ ഫിനിഷ് ആയിട്ടുണ്ട്. നമ്മുടെ ഫ്ലവർ നല്ല ഭംഗിയിൽ ഫിനിഷ് ആയിട്ടുണ്ട്. ഒരു കുഞ്ഞ് ക്യൂട്ട് ഫ്ലവറാണ് കേട്ടോ. ഇനി നമുക്ക് ഈ ബാക്കി വന്നിരിക്കുന്ന നമ്മളുടെ ഈ ത്രെഡ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ബാക്കിൽ, ഇതെല്ലാം ഞാൻ ഈ ചെറിയ നീഡിൽ വെച്ചിട്ട് ഇങ്ങനത്തെയോ അല്ലെങ്കിൽ ചെറിയ നീഡിലുണ്ടല്ലോ നമ്മുടെ കയ്യിൽ, ഞങ്ങൾ ഇതുപോലത്തെ നീഡിലോ ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ തുന്നി ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ വിട്ടിട്ട് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫൈനൽ പ്രോഡക്റ്റ് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇതാണ് നമ്മൾ ഇന്ന് പഠിച്ച ഫ്ലവർ. ഇത് കണ്ടോ, ഇതിൻ്റെ ബാക്കെല്ലാം ഞാൻ ഇതുപോലെ തുന്നി നീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്കത് അറ്റാച്ച് ചെയ്തെടുക്കാം. ഇത് കണ്ടോ, ഇതിപ്പോൾ ഞാനൊരു മാറ്റ് ചെയ്തെടുത്തതാണ്. ഇത് നമ്മളുടെ എന്താ പറയുക, ഫ്രണ്ട് ടേബിളിലും ഒക്കെ നമുക്ക് ഇടാൻ പറ്റുന്ന മാതിരത്തെ ഒരു മാറ്റാണ്. അതിൽ ഇതുപോലത്തെ ഒരു ഫ്ലവർ നമുക്ക് ഇപ്പോൾ എവിടെയോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ അറ്റാച്ച് ചെയ്ത് നമുക്ക് തുന്നി പിടിപ്പിച്ചെടുക്കാനായിട്ട് പറ്റുന്നതാണ് ഇങ്ങനത്തെ ഫ്ലവറുകൾ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ തന്നെ ഡബിൾ ലെയർ ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇത് കണ്ടോ. ഇതൊരു ഡബിൾ ലെയർ ഫ്ലവർ തന്നെ ഇതിൻ്റെ ഞാൻ ചെയ്തെടുത്തിട്ടുള്ളതാണ്. നല്ല ഭംഗിയുള്ള ഫ്ലവർ അല്ലേ ഇത്. ഇത് തന്നെ നമുക്ക് ഇപ്പം ഇതിൻ്റെ തന്നെ പിങ്കും ഇതും കൂടി ചെയ്തെടുത്തിട്ടുള്ള ഫ്ലവറാണ് ഇത്. ഇതിൻ്റെ തന്നെ വേറെ കളറ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇത് കണ്ടോ. ലീഫും ഇതുകളെല്ലാം നമുക്കിങ്ങനെ അറ്റാച്ച് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇതിൽ തന്നെ ഇത് തന്നെ ഞാൻ ചെയ്തിട്ട് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യണേന്നുള്ളത് കണ്ടല്ലോ. ഇത് നമ്മൾ സിംഗിൾ ലെയറിൽ ചെയ്തതാണ്. ഇത് ഡബിൾ ലെയറിൽ ചെയ്യുന്നത്. ഇത് ഞാൻ ഇതിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന സ്റ്റിച്ച് ഡബിൾ ക്രോഷ്യോ ആണ് കേട്ടോ. പക്ഷേ ഇത് ഡബിൾ ലെയറിൽ ചെയ്യുമ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് ലെയർ ഡബിൾ ക്രോഷ്യോ ചെയ്ത് സെക്കൻഡ് ലെയർ നമ്മൾ ട്രിപ്പിൾ ക്രോഷ്യോ ആണ് ചെയ്യുന്നത്. ഇതിൻ്റെ വീഡിയോ ഞാൻ വേറൊരു ദിവസം അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇത് കുറച്ചൊരു വ്യത്യാസമുണ്ട് ചെയ്തെടുക്കുന്നത്. ഇത് ഞാൻ വേറൊരു ദിവസം ഇതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇത് ചെയ്യുക, എന്നിട്ട് ചെയ്തിട്ട് ഇതിൻ്റെ എങ്ങനെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയോ എന്നുള്ള കാര്യമല്ല നിങ്ങൾ കമൻറ്റിലൊന്ന് എനിക്ക് ഇടണം. എന്നാലേ എനിക്കിത് അറിയാൻ പറ്റുള്ളൂ. ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്നുള്ളത് അറിയണമല്ലോ. അപ്പോൾ ഇതൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വേറെ നല്ല വീഡിയോസായിട്ട് കാണാം. ബൈ.